ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്ത വന്നിരിക്കുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട 19 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. കൊച്ചിയിൽ ഉമേഷ്, എന്തൊക്കെ ഉപാധികളിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? സിജു, ഉപാധികൾ എന്തൊക്കെയാണെന്നുള്ളത് അല്പസമയത്തിനകം വ്യക്തത വരും. ഏറ്റവും പ്രധാന കാര്യം ഈ കേസിലെ 19 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇവരുടെ വാദം എന്ന് പറയുന്നത് കേസിൽ അന്തിമ റിപ്പോർട്ട് നേരത്തെ നൽകിയതാണ്. ഈ സാഹചര്യത്തിൽ ഇനി കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ്. ഒപ്പം ഈ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്ന പോലെ അധ്യാപകർ ഇവർ സാക്ഷികളെ സ്വാധീനിക്കും എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അധ്യാപകർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ സാക്ഷികളായി വരുന്നത്. അവരെ സ്വാധീനിക്കില്ല എന്നുള്ളതായിരുന്നു ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം ജാമ്യം ലഭിച്ചാൽ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും ഈ ഹർജിക്കാർ നിഷേധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളൊക്കെ കോടതി പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഈ പ്രതികളുടെ പ്രായവും വിദ്യാഭ്യാസവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കൽപ്പറ്റ സെഷൻസ് കോടതി ഇവർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കൽപ്പറ്റ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. പിന്നീട് CBI അന്വേഷിച്ച് പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 60 ദിവസമായി തങ്ങൾ റിമാൻഡിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി കസ്റ്റഡി ആവശ്യമില്ല, അതുകൊണ്ട് ജാമ്യം നൽകണം എന്നൊരാവശ്യം കൂടി പ്രതികൾ ഉന്നയിച്ചിരുന്നു. ഈ വാദം കണക്കിലെടുത്ത് കോടതി ഇപ്പോൾ ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട 19 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു.